വിഷു. മലയാളികൾക്ക് വിഷു എന്നാൽ സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ്. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. എല്ലാ വർഷവും മലയാള മാസം മേടം 1-നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്നത് തുല്യം ആയത് എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അതായത് പകലും രാത്രിയും തുല്യമായ ദിവസം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. പല പേരുകളിൽ ആണെന്ന് മാത്രം. ആസാമിൽ ബിഹു ആയും, പഞ്ചാബിൽ വൈശാഖിയായും, തമിഴ്നാട്ടിൽ പൂത്തണ്ട് ആയും, ഒറീസയിൽ വിഷു സംക്രാന്തിയായും വിഷു ആഘോഷിക്കാറുണ്ട്. വിഷു എന്നത് വസന്തകാലത്തിന്റെ തുടക്കമാണ്. ഭാരതത്തിൽ മുമ്പ് നിലനിന്നിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭമാണ് ഈ ദിനം. വിഷുദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് പ്രാർത്ഥിക്കാറ്. വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷുബലം എന്നിവയാണ് വിഷു ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. ഇനി വിഷുവിന് പിന്നിലുള്ള ഐതിഹ്യം പറയട്ടെ. വിഷുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന്, മഹാവിഷ്ണു അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരകാസുരനെ വധിച്ചു ലോകനന്മ നിലനിർത്തി എന്നതാണ്. നാരകാസുരൻ ആരാണെന്നും എന്തിനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരകാസുരനെ വധിച്ചു എന്നും പറയാം. നാരകാസുരൻ ഭൂദേവിയുടെയും മഹാവിഷ്ണു അവതാരമായ വരാഹത്തിൻ്റെയും മകനായി ജനിച്ചു. അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഭ്രാന്ത് പിടിച്ച നരകാസുരൻ ഈരേഴുലകവും തൻ്റെ അധീനതയിലാക്കി. ദേവലോകത്ത് ചെന്ന് ദേവേന്ദ്രനെയും കീഴടക്കി. അങ്ങനെ നാരകാസുരൻ ദേവമാതാവായ അതിഥി ദേവിയുടെ കമ്മൽ മോഷ്ടിക്കുകയായി. ശ്രീകൃഷ്ണന്റെ പത്നിയായ സത്യഭാമയുടെ ബന്ധുവായിരുന്നു അതിഥി ദേവി. അങ്ങനെ സഹായം അഭ്യർത്ഥിച്ച് അതിഥി ദേവി സത്യഭാമയുടെ അടുത്തെത്തി. അങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരകാസുരനെ വധിച്ചത് എന്നതാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം പ്രകാരം സൂര്യദേവന്റെ തിരിച്ചുവരവാണ് വിഷു എന്ന് പറയപ്പെടുന്നു. അസുര രാജാവായ രാവണൻ സൂര്യദേവനെ കിഴക്ക് നിന്ന് ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. രാവണന്റെ വധത്തിനു ശേഷം വിഷുവിന്റെ അന്നാണ് സൂര്യദേവൻ വീണ്ടും കിഴക്ക് നിന്ന് ഉദിക്കാൻ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. വിഷുവിന്റെ തലേന്ന് വീടുകളിൽ വിഷുക്കണി ഒരുക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഒരു ഉരുളിയിൽ എല്ലാ ഫലങ്ങളും, അരിയും, കണ്ണാടിയും, കണിവെള്ളരിയും, കണിക്കൊന്നയും, ഒരു കസവുമുണ്ടും നാണയവും വെക്കാറാണ് പതിവ്. വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയായിരിക്കും ഇതൊരുക്കാറ്. വിഷുവിന്റെ തലേന്ന് പടക്കം പൊട്ടിക്കുകയും വിഷുക്കണി ഒരുക്കുകയാണ് ചെയ്യാറ്. വിഷു ദിവസം അതിരാവിലെ എണീറ്റ് വിഷുക്കണി കണ്ടാണ് എല്ലാവരും ഉണരുന്നത്. പിന്നീട് വിഷുക്കൈനീട്ടം മുതിർന്നവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഇതൊക്കെയാണ് മലയാളികളുടെ വിഷു. എന്നാൽ ഇന്ന് ഈ മഹാമാരി പെയ്തൊഴുകുന്ന സമയത്ത് ഈ വിഷു ലോക ജനതയ്ക്ക് സന്തോഷവും സമ്പൽ സമൃദ്ധിയും പകർന്നു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.